ഒരിക്കലും തിരുവനന്തപുരത്ത് ഇനി ഡബിൾ ഡെക്കറിന് ഓടാൻ പറ്റില്ല ഈ മരങ്ങളും ഇതൊക്കെ. പക്ഷേ ഇതെല്ലാം കട്ട് ചെയ്തു അല്ലേ? മരങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്തു എല്ലാം ഈ വണ്ടി പോകുന്ന റൂട്ട് മരങ്ങളെല്ലാം പിന്നെ വണ്ടിയുടെ മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ്. അതെ, പക്ഷേ ഇതൊരു ലണ്ടൻ്റെ കൾച്ചറാണ് ഈ നഗരം കാണിക്കാനായിട്ട് ഡബിൾ ഡെക്കർ ഓപ്പൺ ആയ നമ്മൾ ലണ്ടൻ കൾച്ചറാണ്. അല്ല, ഇപ്പോൾ നമ്മൾ എറണാകുളത്തും തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ. എറണാകുളത്ത് നല്ല വിജയമാണ്, ഇവിടെയും നല്ല വിജയമാണ്. കാരണം ഈ മിക്കവാറും ദിവസം ഈ വണ്ടി ഫുള്ളായിട്ടാണ് പോകുന്നത്. ഈ മുകളത്തെ നില എന്തായാലും ഫുള്ളായിരിക്കും എപ്പോഴും. പിന്നെ കൂടുതലും ടൂറിസ്റ്റ് മൂന്നാറിലേക്ക് നമ്മൾ വേറെ ഡബിൾ ഡെക്കർ ഉണ്ട്. ഇവിടുത്തെ ഡബിൾ ഡെക്കർ തന്നെ ഗ്ലാസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര മഴ, ഫുള്ള് ജനം, മഴയത്ത് ഭയങ്കര ഹാപ്പി പിള്ളേർ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം മഴയൊന്നും പ്രശ്നമല്ല ആളുകൾക്ക്, അവർക്ക് എൻജോയ് ചെയ്യാന്നുള്ളത് ഇതൊരു ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് ഈ പോണോ ഓഫ്. ഇവിടെ നല്ല എല്ലാ ദിവസവും ഭയങ്കര കളക്ഷനാണ്. നല്ല എല്ലാവർക്കും കയറാൻ സാധിക്കും നഗരം കാണാൻ വേണ്ടി. തിരുവനന്തപുരത്തിൻ്റെ വേറൊരു വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ മൂന്നാറിൽ ഓടുന്ന ബസ്സിലുമുള്ള ഗുണമെന്ന് വെച്ചാൽ മൂന്നാറിൻ്റെ വേറൊരു വ്യൂ ആണ് കാണുന്നത്, വേറെ ഹൈറ്റിൽ നിന്നാണ് കാണുന്നത്. ഈ പറഞ്ഞ കാമുകിമാർ വളരെ ഹാപ്പിയാണ്. എന്താ കാര്യം എന്നറിയാം, ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, കാപ്പ് കുടിക്കണം, വട വാങ്ങിച്ചു കൊടുക്കണം, അവൾ കയറി ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീം ഒക്കെ പറഞ്ഞാൽ അത് അതിൽ നിന്നും പോകും. ഇതാകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇതെന്തോ പലഹാരം വടയെന്ന് പറഞ്ഞാൽ തന്നെ കേട്ടോ. ഇത് ഇവിടുന്ന് ഈസ്റ്റ് കോർട്ട് വരെ പോയി അവർ നമ്മൾ വണ്ടി നോക്കുമ്പോൾ അവർ കാഴ്ച കാണുന്നില്ല, അവരങ്ങ് പ്രണയിക്കുകയാണ്. തിരിച്ച് അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ച് പോയിട്ട് ടിക്കറ്റ് എടുത്തു. അവർ പറഞ്ഞു ഇത്രയും സമയം നമ്മൾ ഏത് രാജ്യത്താണെന്ന് അറിയണം, നമ്മൾ സ്വർഗത്തിലായിരുന്നു എന്നാണ് അവരുടെ പ്രണയം. പ്രണയം തീരും. പക്ഷെ ബസ്സാണ്, ഓപ്പൺ ബസ്സാണ് വേറെ. പക്ഷെ ഒരു കാര്യം എന്തായാലും ഒരു ബസ് യാത്രയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും അല്ലേ? അത് നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം. ഒരേ റൂട്ടിൽ പോകുന്ന ആളുകൾ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം, പിന്നെ വിവാഹം, പിന്നെ വിവാഹമോചനം, ഇതെല്ലാം ഒരു ബസ് യാത്രയുടെ ഇടയിൽ ഉണ്ടായി തുടങ്ങുന്ന ഒരു സംഭവമാണ്. കാര്യം ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നുമില്ല സംസാരിക്കാനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ പ്രണയങ്ങൾ ബസ്സും പ്രണയമായിട്ട് ഒരുപാട് ബന്ധം. ബസ്സിലിരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകൻ്റെ നടനുമായ മധുപാൽ കല്യാണം കഴിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, KSRTC ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവരും നല്ല അടുപ്പത്തിലായി. പിന്നീട് മധുപാൽ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ്, ആ ബസ്സിലെ യാത്രയിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും. ഈ ബാക്കി മാറി എടുത്തോളം തോന്നി 100 രൂപ കൊടുക്കും. ഈ 100 രൂപ കൊണ്ട് മാറി ഇന്ന് ബാക്കിയൊക്കെ മാറി വരുമ്പോഴത്തേ അവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുണ്ട്, അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ ചില്ലറ വാങ്ങിച്ചോളാൻ പറഞ്ഞു വിടും. പ്രണയമല്ലാതെ കുറച്ച് ഏയിൽ ചിന്തിക്കുന്നവർ ഈ ബസ്സിൽ കയറില്ല. അവർക്ക് ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കുക, ബാക്കിൽ ഇങ്ങോട്ട് ഇടിക്കുക, അതൊന്നും ഇതിനകത്ത് നടക്കില്ല. മര്യാദയ്ക്ക് ഇരിക്കേണ്ടി വരും അല്ലേ? നിർത്തി കൊണ്ടുപോകില്ലല്ലോ, നിർത്തത്തില്ലെങ്കിൽ അതൊന്നും നടക്കില്ല. അല്ല എന്ത് ചെയ്യാനല്ലേ? പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ട്. പണ്ട് എന്നുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വലിയൊരു പ്രോബ്ലമാണ്. ഈ കാത്തുനിൽപ്പിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തില്ല, ദൂരം നിർത്തി ആളെ ഇറക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നമ്മൾ ഓടണം അതിൻ്റെ പുറകെ കയറാൻ വേണ്ടിയിട്ട്. കാര്യം ആ സിസ്റ്റം അന്നെനിക്ക് ഞാൻ പിന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാർ അത് ചെയ്യില്ലായിരുന്നു, ഗവൺമെൻറ് ബസ് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്ക് അതുകൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല. പിന്നീട് ഇപ്പോൾ ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം ആക്കിയില്ലേ, പോകാനൊക്കില്ല. ഈ പണ്ട് കൺസെഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ കൺസെഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇല്ലല്ലോ. അതില്ലേ കണ്ടക്ടർ ടിക്ക് ചെയ്യുമല്ലോ, അത് ടിക്ക് ചെയ്ത് പിന്നെ ഒരു ദിവസം കാണുമ്പം ഈ ഒരു കമ്പിയിൽ പിടിക്കുകയും മറ്റേ കയ്യിൽ പെൺകുട്ടിയുടെ പൊക്കിയിരിക്കുകയല്ലേ. അവർ കൺസെഷൻ ഇവിടെ വെച്ച് കേട്ടോ. കണ്ടക്ടർ വരുമ്പോൾ അയാൾ എന്നെ എടുത്തിട്ട് തിരിച്ചു വയ്ക്കേണ്ട ഒരു പരിപാടി. പക്ഷേ എനിക്ക് വേറൊരു കാര്യത്തിൽ ഒരു കണ്ടക്ടർ എന്നുള്ള ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞെങ്കിലും വേറൊരു കാര്യം ബഹുമാനമുണ്ട്. ഞാൻ മോഡൽ സ്കൂളിൽ മോണാക്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കണ്ടക്ടറുടെ സംഭവമുണ്ട്. അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി ബസ്സിൽ കയറി പോണ ഒരു സംഭവമുണ്ട്. അതിനകത്തുള്ള വിവിധ കഥാപാത്രങ്ങൾ ഇതെല്ലാം ഒറ്റയ്ക്ക് അവർ പ്രൈസ് കിട്ടി. അടയാർ ഫിലിം ഇൻ്റർവ്യൂ നിന്നപ്പം KA ബാലേന്ദ്രൻ മറ്റേ വേറെ കണ്ടോണ്ട് നോക്കട്ടെ ഉണ്ടല്ലോ. അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂ വന്നപ്പോൾ KA ബാലേന്ദ്രൻ എം പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയതില്ല മോണാക്ടിൻ്റെ, ഈ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ മോണാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ കണ്ടക്ടർ മോണാക്ട് ചെയ്തിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ.